നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവര് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ചിലർക്ക് എന്ത് ചെയ്യില്ല, ആദ്യമായിട്ട് എഴുതുന്നവർക്ക് എക്സാം എങ്ങനെയാണെന്ന് അറിയില്ല, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയില്ല, സിലബസ് എങ്ങനെയാണെന്ന് അറിയില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്ത്. പക്ഷെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അറിയില്ല, ആദ്യമായിട്ട് പോകുന്നതാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ സാധാരണ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഒക്കെ എഴുതുന്നവർക്ക് അതൊന്നും വലിയ കാര്യമില്ല. അവർക്ക് സ്ഥിരമായിട്ട് റെയിൽവേ ഒക്കെ എഴുതുന്നവർക്ക് അറിയാം. കുറേ PSC മാത്രം എഴുതിയവർക്ക് എന്ത് ചെയ്യില്ല, ഇതെങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക്, ഇതെങ്ങനെയാണെന്ന് അറിയാത്തവർക്ക്, അല്ലെങ്കിൽ ആദ്യമായി ഈ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലൂടെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മുടെ എന്താണ് മെയിൻ ചാനലിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മുടെ പുതിയ ചാനലാണ് SSC RRBക്ക് വേണ്ടിയിട്ടുള്ള ചലഞ്ചർ ആപ്പിന്റെ പുതിയൊരു ചാനലാണിത്. അപ്പൊ ഇനിയുള്ള എല്ലാ അപ്ഡേഷൻസും ഇതിൽ കൂടെ ആയിരിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡെയിലി നമുക്ക് വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും SSC RRBക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാ അപ്ഡേഷൻസും നമ്മൾ ഇനി ഇതിലൂടെ ആയിരിക്കും നൽകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇതിൽ കൂടെ നോക്കാൻ പോകുന്നത് വെച്ചാൽ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർ, ഇനി കുറച്ച് സമയമുള്ളൂ. അപ്പൊ നമുക്കൊരു ജൂലൈ ആഗസ്റ്റ് സമയത്തായിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. അപ്പൊ ഇനിയുള്ളവർ എങ്ങനെയാണ്, ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരായിക്കോട്ടെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, ഇനി നമുക്ക് എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, ഇനി എന്തൊക്കെ പഠിക്കാം, പെട്ടെന്ന് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇതിൽ പറയുന്നത്. വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യും, എങ്ങനെ പഠിക്കണം, അതിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ PYQ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്, ഇപ്പൊ ഒരു കേസിന്റെ കാര്യം വന്നതുകൊണ്ട് ചിലപ്പോ എന്ത് ചെയ്യാം, കുറച്ച് മാറിപ്പോകും. എന്നാലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എന്തുണ്ടാവും, എക്സാം നമുക്ക് ഉണ്ടാവും. കാരണം ബാക്കിയുള്ള ഇപ്പൊ ALP JEE അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത് വരുന്നത് NTPC കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് എന്താണ്, ഗ്രൂപ്പ് ഡി ആണ്. അപ്പൊ അതെന്തായാലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടാവും. ജൂലൈ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. ചിലപ്പോ എന്ത് ചെയ്യാൻ മാറാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ത് ചെയ്യണം, അപ്പൊ അതിന്റെ കേസിന്റെ വിധിയൊക്കെ മെയിലേക്ക് മാറ്റി എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും എന്ത് ചെയ്യും, ജൂലൈ ഓഗസ്റ്റിനപ്പുറം പോകത്തില്ല. ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ആദ്യം അല്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനം, അതിനുള്ളിൽ എന്ത് ചെയ്യും, നമ്മളെ എക്സാംസ് ഒക്കെ നടത്തും. ഒരുപാട് സ്ലോട്ടുകളായിട്ടാണ് നടത്തുന്നത്. അപ്പൊ നമ്മുടെ NTPCയുടെ ഒരു ഗ്രാജുവേറ്റ് ലെവല് ഒരു മെയ് പകുതിയോടുകൂടി നമുക്ക് NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ വരും. അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഉണ്ട്, അത് അടുത്ത് ജൂണിൽ വരും കേട്ടോ. അണ്ടർ ഗ്രാജുവേറ്റ് NTPCയുടെ ആണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ തുടങ്ങുന്ന എക്സാം ആണ് ഗ്രൂപ്പ് ഡി എക്സാം. അപ്പൊ ജൂലൈ ഓഗസ്റ്റിൽ നമുക്ക് എക്സാം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ സാലറിയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക് 18 ആണ്. അപ്പൊ നിങ്ങൾ കഴിയും 18 ഉള്ളോ, 18 വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്, ഇത് ബേസിക് മാത്രമാണ്. ഓരോ പോസ്റ്റിനും ഞാൻ ഓരോ പോസ്റ്റുകളെ പറ്റി അനാലിസിസ് പറഞ്ഞപ്പോഴും പറഞ്ഞു, ഓരോ പോസ്റ്റുകൾക്കും ഓരോ സാലറിയാണ്. അപ്പൊ പ്ലസ് ഇതിന്റെ കൂടെ പ്ലസ് BA ഉണ്ട്, പിന്നെ 7th പേ കമ്മീഷൻ ആണ് വരുന്നത്. എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു ഏറ്റവും ബേസിക് പേ തന്നെ ഒരു 25 to 28 ആണ് കയ്യിൽ കിട്ടുക. ഇത് എത്ര വരെ പോവാം, 56 വരെ പോവാം. അത് നിങ്ങളുടെ ഒരു എന്താ ഏത് പോസ്റ്റ് കിട്ടുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പൊ ഇത് വളരെ നല്ലൊരു പോസ്റ്റ് ആണ്. ഒത്തിരി ആൾക്കാർ അപേക്ഷിച്ചിട്ടുള്ള ഒരു എന്താ പറയാ, 1 കോടി ഇന്ത്യ മൊത്തം അത്രയും ആൾക്കാരോളം അപേക്ഷിച്ച് 1 crore plus അപേക്ഷിച്ചിട്ടുള്ള ഒരു എക്സാം ആണ്. ഇതിൽ കുറെ പേര് പഠിച്ചിട്ട് എഴുതും, കുറെ പേര് പഠിക്കാതെയാണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഏത് സോണിലാണ് കൊടുത്തത്, അപ്പൊ എന്ത് ചെയ്യുക, അവിടത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആദ്യമായിട്ട് പറയുന്നത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് എന്നുള്ള കാര്യം കുറെ പേർക്ക് അറിയില്ല. ജസ്റ്റ് നമ്മൾ ഈ റെയിൽവേ വിളിച്ചു ഗ്രൂപ്പ് ഡി, അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുന്നു. കുറെ പേർക്ക് ഗ്രൂപ്പ് ഡി വർക്ക് ചെയ്യുന്നവരെ നമുക്ക് അറിയാമായിരിക്കും. കൂടുതൽ പേര് റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി വർക്ക് ചെയ്യുന്നവരെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മളും അപ്ലൈ ചെയ്യും. പക്ഷെ ഇതൊന്നും പഠിക്കുന്നില്ല ആരും. എക്സാം വരുമ്പോൾ പോയി എഴുതും. അത് കുറച്ച് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടും. എങ്ങനെയാണ് അതിന്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒന്നാണ് ഞാനിപ്പോ പറയുന്നത്. അത് നമുക്കൊരു 3 സ്റ്റേജ് ആയിട്ടാണ്. ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു 90 മിനിറ്റ് ഇടുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അത് എഴുതണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ആദ്യമായിട്ടൊക്കെ എഴുതുന്നവരാണെങ്കിൽ, അതായത് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതുന്നവർക്കാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തത് മലയാളം ആയിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജിലോട്ട് ചേഞ്ച് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനെയും മലയാളം ലാംഗ്വേജിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് ഇംഗ്ലീഷിൽ വായിച്ച് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ അത് മലയാളത്തിലേക്ക് മാറ്റിയും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും മലയാളത്തിലേക്ക് മാറ്റി എഴുതുമ്പോഴത്തേനും എന്ത് ചെയ്യും, ചിലപ്പോ നിങ്ങൾ ആദ്യം തന്നെ എല്ലാ ക്വസ്റ്റ്യനും മലയാളത്തിൽ കാണാനാണെങ്കിൽ അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്.
അപ്പൊ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് എഴുതുന്നവർക്കാണ് എഴുതി ശീലമുള്ളവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതി ശീലമുള്ളവർക്ക് അവർക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയായിരിക്കും. പിന്നെ വരുന്നൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അത് വലിയ പാടുള്ളതൊന്നുമല്ല. പിന്നെ വെരിഫിക്കേഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റ്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടാണല്ലോ ഇന്നിപ്പോ കണ്ണിന്റെ കാഴ്ച ബാക്കിയുള്ള ഓരോ ഫിസിക്കൽ, അത് ഞാൻ പറഞ്ഞിരുന്നു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ പറഞ്ഞതും അപ്ലൈ ചെയ്തപ്പോൾ ഉള്ളതൊക്കെ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ഫിസിക്കൽ എഫിഷ്യൻസി വളരെ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പോലീസ് ഒക്കെ പോലെ അത്ര പാടുള്ളതൊന്നുമല്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അത് പാസ്സാവണം. അത് നമ്മളൊരു 80+ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നല്ല കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇനി മറ്റേ ചാനലിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ അതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് 4 ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. റീസണിംഗ് ആണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാല് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 30 മാർക്ക് ഉണ്ടാവും. പിന്നെ ജനറൽ സയൻസ്, സാധാരണ നമ്മുടെ ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻ 25 മാർക്കിന്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് വരുന്നുണ്ട്. അത് 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മാത്സ് 25, ടോട്ടൽ മാർക്ക് അതിന്റെ മാർക്ക് 25 ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. നെഗറ്റീവ് ഉണ്ടായിരിക്കും, 1/3 ആയിരിക്കും. 100 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ, 100 മാർക്കാണ്. 1.5 മണിക്കൂർ 90 മിനിറ്റ് ആണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പൊ ഇങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒത്തിരി പേര് പഠിച്ചു തുടങ്ങി കാണും, എന്നാലും ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് പറയുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് റീസണിങ്ങിനാണ് കേട്ടോ. റീസണിംഗ് ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. അപ്പൊ റീസണിങ്ങും മാത്സും കൂടി തന്നെ നോക്കിയേ 55 മാർക്കോളം റീസണിങ്ങും മാത്സുമാണ്. ഈ ഞാൻ പറയുവാണെങ്കിൽ ജനറൽ സയൻസും കറണ്ട് അഫയേഴ്സും എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് അങ്ങനെ എല്ലാം പഠിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് എല്ലാം പഠിക്കണം. അപ്പൊ അത് എവിടുന്ന് ചോദിക്കുമെന്ന് അറിയില്ല. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം പഠിക്കണം. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ കിട്ടും. എങ്കിൽ കൂടെയും അതെന്താണ് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ ജനറൽ ഇന്റലിജൻസ്, റീസണിങ്ങും മാത്സും ആണെങ്കിൽ കൃത്യമായി ടോപ്പിക് തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്കും കിട്ടും. അപ്പൊ അതിൽ തന്നെ നമുക്കൊരു 55 മാർക്കോളം കിട്ടും. ബാക്കി ഇതിൽ നിന്നൊരു 20-30 മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 80+ മാർക്ക് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എന്ത് ചെയ്യാം, റീസണിങ്ങിനും മാത്സിനും കുറച്ചുകൂടി വെയിറ്റേജ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണ്. അടുത്തത് എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളിപ്പോ ഏതുവരെ എത്തി പഠിച്ചു നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല. അപ്പം തീരെ പഠിക്കാത്തവർക്കാണെങ്കിൽ എന്ത് ചെയ്യുക, ഇനി സമയം POQ പഠിക്കാനാണ് ഒരുപാട് സമയം. അപ്പൊ POQ നന്നായിട്ട് ചെയ്യുക. POQ മലയാളത്തിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും കൂടുതലും POQ നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നാലും എന്ത് ചെയ്യുക, POQ പഠിക്കുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെന്റ് ചെയ്ത് നിങ്ങൾ സമയം വെച്ച് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് സമയം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ആദ്യമായിട്ടൊക്കെ അവിടെ ചെന്നിരുന്ന് ചെയ്യുമ്പോൾ ടെൻഷൻ ആയിട്ട് നമുക്ക് പറ്റത്തില്ല. പ്രാക്ടീസ് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ചെയ്യുക, പിന്നെ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യണം. POQ ആണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. മോക്ക് എക്സാംസ് ഒത്തിരി ചെയ്യാൻ തുടങ്ങാം. ടോപ്പിക്സ് ഞാൻ പറഞ്ഞതുപോലെ റീസണിങ്ങും മാത്സും കംപ്ലീറ്റ് എല്ലാം ടോപ്പിക്കും. നിങ്ങൾക്ക് തീരെ പറ്റാത്ത ടോപ്പിക് ആണെങ്കിൽ 1-2 ഉണ്ടെങ്കിൽ മാത്രം വിട്ടിട്ട് ബാക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനും, അതായത് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുക. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജനറൽ അവയർനെസ്സും ഫിസിക്സ്, സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഇത് രണ്ടും വിട്ടുകളഞ്ഞാല് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും, നല്ല നഷ്ടം ഉണ്ടാവും. കാരണം അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് റീസണിംഗിനാണ്. സോ റീസണിംഗ് മാക്സിമം ഒരു വിധം ആക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് പഠിക്കുന്നതല്ല, ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകണം. ഒത്തിരി ഉള്ളത് കൊണ്ടാണ് ഇനി ടൈം കുറവായത് കൊണ്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ ഞാൻ പറഞ്ഞു എക്സാം വരുന്നത് ഒരു ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ആർക്കാണ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് വരുന്ന എക്സാം ആദ്യത്തെ എക്സാം ആയിരിക്കും, ആദ്യത്തെ സ്റ്റേജ് നമുക്കായിരിക്കും എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ ഓരോ എക്സാമിനും പോകേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ ജൂലൈ തൊട്ട് ഓഗസ്റ്റ് വരണമെങ്കിൽ ആഗസ്റ്റ് വരെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല. ആദ്യത്തെ സ്ലോട്ട് നമുക്ക് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് വേണം. ബാക്കി നമുക്ക് പിന്നെ ഹോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ലാസ്റ്റ് സ്ലോട്ട് ആണെങ്കിൽ അത് നമുക്ക് ബോണസ് ആണ്. ഓക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ജൂലൈയിൽ എക്സാം വരും എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ ബേസിക് ആയിട്ട് ഇതിന്റെ എക്സാം പാറ്റേണിനെ പറ്റിയും സിലബസിനെ പറ്റിയും ഒരുവിധം നിങ്ങൾക്ക് അറിഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇതിലിപ്പം റീസണിംഗിൽ വരുന്ന ടോപ്പിക്കുകൾ ഒരുപാടുണ്ട്, മാത്സിൽ വരുന്ന ടോപ്പിക്കുകൾ ഒരുപാടുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് കിട്ടും. നോട്ടിഫിക്കേഷൻ ഞാൻ അതിൽ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പം എന്ത് ചെയ്യാ, റീസണിംഗ്, മാത്സ് അങ്ങനെ പഠിക്കുക. ഈ പറഞ്ഞതുപോലെ ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും എന്ത് ചെയ്യുക, കുറച്ചധികം പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, POQ നോക്കി അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ച്. ഇനി സമയം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഏപ്രിൽ, മെയ്,
ജൂലൈയിൽ തുടങ്ങും. അപ്പൊ നമുക്കൊരു 3 മാസത്തോളം കിട്ടുന്നുള്ളൂ. വളരെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. 80+ മാർക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നിങ്ങൾ റെയിൽവേ ജോലി ഉള്ളവരോടൊക്കെ തന്നെ ചോദിച്ചു നോക്കിയാൽ അതിന്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവും. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒറ്റ എക്സാമേ ഉള്ളൂ. ബാക്കിയുള്ള NTPC ഒക്കെ ആണെങ്കിൽ എത്ര ടയർ, 2-3 ടയറൊക്കെ വരും. എന്ത് ചെയ്യുക, അതിന് വീണ്ടും ഫിസിക്കല്, ഒത്തിരി ലോക്കോപോയിറ്റിനൊക്കെ അങ്ങനത്തെ എക്സാം ഒക്കെ ആണെങ്കിൽ ഒത്തിരി പാടാണ്. അപ്പൊ നമ്മൾ PSC ആണെങ്കിൽ കൂടി പ്രിലിംസും മെയിൻസും ഉണ്ട്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യുക, ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടാം. അപ്പൊ നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യും, വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ ഇതിനെ പറ്റിയുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മൾ ഈ ചാനലിൽ കൊടുക്കണം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, PYQവും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.